ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അതിനിടെ കണ്ടു, എനിക്ക് ഭയങ്കര 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 പ്രതീക്ഷയായിരുന്നു ഈ സിനിമയുടെ കാര്യത്തിൽ. പക്ഷെ ഇവര് ആ ട്രെയിലർ ഇറക്കി വിട്ട സമയത്ത് എനിക്ക് അങ്ങോട്ട് കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഉണ്ടായ പ്രതീക്ഷ ചെറുതായിട്ട് അങ്ങോട്ട് താഴേക്ക് പോകുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ പക്ഷേ എന്റെ മനസ്സിന്റെ ഏതോ മൂലയ്ക്ക് ചെറുതായിട്ട് വല്ലാത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിന്റെ കാരണം എന്താണ്? നമ്മുടെ ബേസിൽ ജോസഫ്, ആ പേര്, ആ ചിരിച്ചുകൊണ്ടുള്ള ആ മുഖം, അതൊരു വിശ്വാസം തന്നെയാണ്. ടോവിനോന്റെ കാര്യം ഞാൻ പറയാം. ബേസിലിനെ കുറിച്ച് മുമ്പൊരു വീഡിയോന്റെ അകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ബേസിൽ ഭാഗമായിട്ട് വരുന്നൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാല് ആദ്യ ദിവസം ആള് കയറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് പല പ്രായക്കാരും കയറി വരാൻ തയ്യാറാണ്. ഒന്നാമത്തെ കാര്യം, ബേസിലിനെ കുറെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ട്, മൂപ്പര് ഭാഗമാവുന്ന സിനിമ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഐറ്റം ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം മൂപ്പര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ആ ഒരു മൊത്തത്തിൽ ആ ഒരു ബേസിൽ എന്നുള്ളൊരു ഫാക്ടർ വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ടോവിനോ ബേസിൽ എന്നുള്ള ഒരു ഒരുമിച്ചുള്ള ഒരു കോമ്പിനേഷനും കൂടി ആവുന്ന സമയത്ത് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ കയറി ചെല്ലുന്നത്. ഏതായാലും തൃപ്തിയായി. അതാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്, തൃപ്തിയായി. സർക്കസ്റ്റിക് ആയിട്ട് പറഞ്ഞല്ല, ജോളി സാധനം, വൈബ് സാധനം, കിടില സാധനം, അതിരടി, തൂക്കിയടി. ഇതാണ് ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത്. അതിരടി തൂക്കി അടിച്ചു. നൈസ് സാധനം, എൻഗേജിങ് ആയിട്ട് ഞാൻ സുഖമായിട്ട് എൻജോയ് ചെയ്ത് ജാലിയായിട്ട് കണ്ടു തീർത്തൊരു സിനിമ. അതായത് ഇത് നിങ്ങൾ ലോജിക്കൊക്കെ നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ സീരിയസ് ആയിട്ടൊക്കെ ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരാണോ? ഐ ഡോണ്ട് നോ. ഇത് അങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാഡ്നസ് ആണ്, ദ റിയൽ മാഡ്നസ്. റിയൽ മാഡ്നസ്, നോ ലോജിക്, റിയൽ മാഡ്നസ് എന്നാണ് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ഇതിന്റെ അകത്ത് അത്തരത്തിൽ ഇങ്ങനെയൊക്കെ ആവുമോ എന്നുള്ള രീതിയിൽ തോന്നുന്ന സീനുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് എടുത്തു വെച്ചിരിക്കുന്നത് അത്രയും രസകരമായിട്ടാണ്, അത്രയും എൻഗേജിങ് ആയിട്ടാണ് ഇവര് എടുത്തു വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഈ ടോവിനോന്റെയും ബേസിലിന്റെയും ക്യാരക്ടേഴ്സ് തന്നെയാണ്. ബേസിലിന്റെ ക്യാരക്ടർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് പുള്ളിയുടെ ലുക്ക് തൊട്ട് എല്ലാം ഇഷ്ടപ്പെട്ടു. ലുക്ക് തൊട്ട് ആ ക്യാരക്ടറും മൂപ്പരുടെ പെർഫോമൻസും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതിൻ്റെ അകത്തുള്ള എല്ലാ കോമഡി വർക്ക് ആയിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല, ബേസിലിനോടൊന്നും ഇഷ്ടം കൊണ്ടാണോ എന്നറിയില്ല. മൂപ്പര് ചെയ്യുന്ന പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ അകത്തുള്ള ഫൺ എലമെന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിന്റെ അകത്തൊക്കെ കുറെ സാധനങ്ങളുണ്ട്. ആ കോളേജിന്റെ അകത്ത് വെച്ചിട്ടുണ്ടാവുന്ന കുറെ മൊമെന്റ്സ് ഉണ്ട്. അതൊക്കെ നൈസായിട്ട് വർക്ക് ആയിരുന്നേ, നന്നായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ് ആസ് എ പ്രേക്ഷകൻ എനിക്ക് തോന്നി. ഞാൻ വളരെ ചിരിച്ച് വളരെ ജാളിയായിട്ടാണ് ഇത് ആസ്വദിച്ചത്. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും ഒക്കെ. ബേസിൽ കിട്ടിയതാണ്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ആ ചിരിച്ചുകൊണ്ടുള്ള മുഖമാണ് വിശ്വാസം എന്ന് പറഞ്ഞല്ലോ. എനിക്ക് അങ്ങേരെ ഇഷ്ടമാണ്. എനിക്ക് ബേസിലിനെ ഇഷ്ടമാണ്. എനിക്ക് ബേസിലിനെ സ്ക്രീനിൽ കാണാൻ ഇഷ്ടമാണ്. എനിക്ക് മൂപ്പര് പെർഫോം ചെയ്യണത് ഇഷ്ടമാണ്. മൂപ്പര് ഇമോഷണൽ ആയിട്ട് അഭിനയിക്കുന്നത് കാണാൻ ഇഷ്ടമാണ്. എനിക്ക് മൂപ്പരുടെ എന്താ പറയാ ശരീരഭാഷ ഇഷ്ടമാണ്. എനിക്ക് മൂപ്പരുടെ കോമഡി ഭയങ്കര ഇഷ്ടമാണ്. ഈ സാധനങ്ങളെല്ലാം ഇതിന്റെ അകത്ത് ആക്ച്വലി വന്നിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ആ ക്യാരക്ടർ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. യെസ്, ഇതിന്റെ അകത്ത് ഈ എന്താ പറയാ മറ്റേ ബ്രദർ പാസം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് എത്ര ആൾക്കാർക്ക് കണക്ട് ആവും എന്നൊന്നും എനിക്കറിയില്ല. എനിക്കത് ആ ഒരു ബോണ്ടിങ് കണക്ട് ആയി എന്നല്ല, എനിക്കത് എങ്ങനെ പറയേണ്ടെന്ന് അറിയില്ല. ലൈക്ക് അതിലെ പെർഫോമൻസ്, അതിലെ മൊമെന്റ്സ് എനിക്ക് ഇതിൽ എടുത്തു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ബേസിലിന്റെയും ആ ഒരു ബ്രദറിന്റെയും ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ട് ഇതിന്റെ അകത്ത്. ലൈക്ക് ആ ഒരു ബ്രദർ ഒരു വല്ലാത്ത അവസ്ഥയിൽ പെട്ടിരിക്കുന്ന സമയത്ത് ഉള്ളൊരു സംഗതിയാണ് അത്. ബ്രദറിന് ബേസിലും ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, ആ മൊമെന്റ് അല്ലെങ്കിൽ ആ പെർഫോമൻസ് ഇവർ രണ്ടുപേരുടെ ഇടയിൽ ഉണ്ടായ സംഗതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ബ്രദറായിട്ട് അഭിനയിച്ച വിഷ്ണു അഗസ്ത്യ, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പോ ഇതിന്റെ അകത്ത് പുള്ളിക്ക് ഫസ്റ്റ് നടത്തണം. അതിനതിൻ്റെതായിട്ടുള്ള റീസണും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ആ ഒരു സാഹചര്യത്തിലാണ് ടോവിനോ ഒക്കെ ആക്ച്വലി വരുന്നത്. ഇവര് ടോവിനോയിട്ട് അലമ്പാവും. ടോവിനോന്റെ ക്യാരക്ടറായിട്ട് ഈ ബേസിലും ടീമൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് അലമ്പാവുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വരും. ആ സിറ്റുവേഷൻ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ അവിടെ നിന്ന് ടോവിനോന്റെയും കൂടി ഒരു വരവാ. പിന്നെ ടോവിനോന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടോവിനോ കിട്ടു ലുക്ക്. ഇട്ടാ എന്ന് തന്നെ പറയുന്നത്, കിട്ടു ലുക്ക്. എനിക്ക് പുള്ളിനെ കണ്ടപ്പോ
നമ്മുടെ വീടിന്റെ അവിടെ തന്നെ ഒരു ഏട്ടനുണ്ട്. പുള്ളി കാണാൻ നല്ല ലുക്ക്, നല്ല ഫിസിക്കും, നല്ല ഹൈറ്റും ഒക്കെ. എനിക്ക് അവിടെ ഇവിടെയൊക്കെ പുള്ളിയുടെ ലുക്കായിട്ടൊക്കെ ആക്ച്വലി തോന്നിയായിരുന്നു. ഇതിൽ ആദ്യം പറയാം ടോവിനോന്റെ ലുക്ക് കിട്ടുമായിരുന്നു, ടോവിനോന്റെ ക്യാരക്ടറും കിട്ടുക, കിടു സാധനം. വില്ലനാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല കേട്ടോ, പക്ഷെ വില്ലനാണ്. അതായത് ബേസിൽ നായകൻ, അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ടോവിനോ. പക്ഷെ എനിക്ക് അതങ്ങനെ വില്ലൻ എന്ന് പറഞ്ഞാൽ യെസ്, എഗെയിൻസ്റ്റ് ഹീറോ ആണ് ആള്, പക്ഷെ ഒരു വില്ലൻ എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമല്ല. ഹീസ് ഓൾസോ എ ഹീറോ. വില്ലൻ എന്ന് പറയാൻ താല്പര്യമില്ല. ടോവിനോ ഇതിന്റെ അകത്തൊരു ഹീറോ ആണ് എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. യെസ്, വില്ലനാണ്, പക്ഷെ എനിക്ക് ഹീറോ ആണെന്നാണ് പറയാൻ തോന്നുന്നത്. ബിക്കോസ് എന്തോ ടോവിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം. ലൈക്ക് മൂപ്പർക്കും മൂപ്പരുടേതായിട്ടുള്ള അവസ്ഥകളും മൂപ്പരുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ, മൂപ്പർക്ക് നിവൃത്തിയില്ലാത്ത സിറ്റുവേഷൻസ് ഒക്കെ ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോ മൂപ്പർക്ക് മൂപ്പരുടേതായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ മൂപ്പരുടെ ക്യാരക്ടറും കിടലിലാണ്. മൂപ്പരും നൈസായിട്ട് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഇവരുടെ കോമ്പിനേഷൻ ഒക്കെ നൈസാണ്. ലൈക്ക് ഒരുമിച്ച് തമാശയല്ല ചെയ്യുന്നെന്നുണ്ടെങ്കിൽ പോലും ഇവർ തമ്മിലുള്ള ആ ഒരു സാധനമുണ്ട്, അത് കിടലിനായിട്ട് എനിക്ക് വർക്ക് ആയിട്ടുണ്ട്. എനിക്കിതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു ഗംഭീര സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നി. ഇത് തിയേറ്റർ സ്റ്റഫ് തന്നെ, ഇത് പോവുക, ജാളിയായിട്ട് വൈബ് അടിച്ച് എൻജോയ് ചെയ്ത് കണ്ട് ഇറങ്ങി വരിക എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ് ഈ പടം. അല്ലാണ്ട് ഇത് മറ്റേ അവരാധ പരിപാടിയൊന്നുമല്ല. അതായത് ഓവറാക്കി കാണിച്ചു കൂട്ടി, ലോജിക്കില്ലാത്ത കാണിച്ചു കൂട്ടി, അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല. അതായത് ലോജിക്കിന്റെ വിഷയങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഇവിടെ വിഷയമല്ലെന്നേ. ദിസ് എ മൂവി, ദിസ് എൻ എന്റർടൈൻമെന്റ് മൂവി, ദിസ് എൻ എന്റർടൈനർ. ആ രീതിയിൽ ഇതൊരു പക്ക സാധനമാണ്, കിടിലൻ സാധനമാണത്, കിടിലൻ സാധനം. ഞാൻ എൻജോയ് ചെയ്തു, ജെന്യുവിൻലി സ്പീക്കിംഗ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് പറ്റിയില്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ആസ് എ പ്രേക്ഷകൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ പടം തുടങ്ങി, ഞാൻ പിന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു ചെറുപുഞ്ചിരിയോടുകൂടി ഇരുന്ന് കാണുന്നു, ഇങ്ങനെ കാണുക. കാരണം നല്ല രസമായിരുന്നു, ആ വാക്ക് ഉപയോഗിക്കണം, നല്ല രസമുള്ള ഒരു സംഗതി. ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആഹാ, ബേസിൽ എന്ത് പ്രായം ഉണ്ട് ആക്ച്വലി. ഇതിന്റെ അകത്ത് നല്ല മേക്ക് ഓവറാ. മൂപ്പരെ കാണാൻ തന്നെ നല്ല രസം. ഇതിന് മ്യൂസിക്കുകളൊക്കെ കിടുവായിരുന്നു കേട്ടോ ഇതിന്റെ അകത്ത് ആഡ് ചെയ്തിരിക്കും. വിനീതിന്റെ കുറെ ട്രാക്കുകൾ ഇതിന്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ രസമായിരുന്നു. അത് തിയേറ്ററിൽ ഇരുന്നിട്ട് ഇത് കാണുമ്പോഴും ഒരു പ്രത്യേക വൈബാ. എന്റെ ശ്യാമാമ്പരം ഒക്കെ ഇടുന്ന സമയത്ത് നല്ല നൈസാ. പിന്നെ ഇതിന്റെ അകത്ത് ഒരു സാധനം ഇടും, അതായത് എന്താ പറയാ, പഴയ ഒരു സ്നേഹിതനെ പാട്ട് ഒരു സാധനമൊക്കെ ആക്ച്വലി ഇടുന്ന സാധനം ഉണ്ട്. അപ്പൊ അതാ പറയുന്നത്, ഇതിന്റെ അകത്ത് ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ട്, ആക്ച്വലി ഉണ്ട്. നമുക്ക് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക, രസമായിട്ട് കണ്ടിരിക്കാൻ കുറേ മൊമെന്റ്സ് ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ നമ്മൾ ടോവിനോന്റെ കാര്യം പറഞ്ഞു, അടിപൊളി. ബേസിലിന്റെ കാര്യം പറഞ്ഞു, അടിപൊളി. പിന്നെ എനിക്ക് എപ്പോഴും മറ്റേ ഈ റിയ ഷിബൂട്ട നമ്മുടെ സർവമായതുകൊണ്ടിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എനിക്ക് എന്താ അറിയില്ല, അവര് ഭയങ്കര വൈബായിട്ട് തോന്നുന്നു, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി അവരെ കാണുന്ന സമയത്ത്, വല്ലാത്തൊരു പോസിറ്റിവിറ്റി നമുക്കും തോന്നുന്നുണ്ട് അവരെ കാണുന്ന സമയത്ത്. എനിക്ക് ഐ ലൈക്ക് ദാറ്റ് ഗേൾ വെരി മച്ച്, സീരിയസ്ലി. ഇത് ഒരുമാതിരി മറ്റേ ഒലിപ്പിക്കൽ ഡയലോഗ് ഒന്നും അല്ല പറയുന്നത്, ജെനുവിൻലി എനിക്ക് അവരെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി തോന്നുന്നുണ്ട്. നൈസാണ്, അവര് നൈസാട്ടോ, അവർ എന്ത് നാച്ചുറൽ ആയിട്ടാണ് ചെയ്യുന്നത്, അവര് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ വരികയാണ് നമ്മുടെ വിനീത് ശ്രീനിവാസനും ഷാർ റഹ്മാനും. കിടിലൻ സാധനം. അവരുടെ കോമഡികളും പരിപാടികളൊക്കെ ഉണ്ട്. കോമഡികൾ എന്നല്ല, അവരുടെ ചില മൊമെന്റ്സും പരിപാടികളൊക്കെ ഉണ്ട് ഇതിന്റെ അകത്ത്. നൈസാ. ഷാൻ റഹ്മാനും ഇത് കിടിലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. മൊമെന്റ്സ് ആണ് ഇതിന്റെ അകത്ത്, ഒരുപാട് നല്ല രസകരമായ മൊമെന്റ്സ് ആക്ച്വലി ഉണ്ട്. അതാണ് വർത്ത് വാച്ചിങ് ആയിട്ട് എനിക്ക് ഈ സിനിമ തോന്നാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവറോൾ നോക്കുകയാണെങ്കിൽ കുറെ ലോജിക് അത് ഇത് കാണാൻ കിണാന്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ അകത്തുള്ള കുറെ നല്ല രസകരമായിട്ടുള്ള മൊമെന്റ്സ് നമ്മളെ എൻഗേജിങ് ആക്കി ഇരുത്തുന്നത് കൊണ്ട് തന്നെ ആസ് എ പ്രേക്ഷകൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻജോയ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇത് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഇതിൽ പറയണം. ഓവറോൾ വെർഡിക്റ്റ് പറയുന്നതിന്റെ റിവ്യൂ, നമ്മൾ പറയുന്ന ഒപ്പീനിയൻ, നമ്മൾ ടൈറ്റില് റിവ്യൂ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത് യൂട്യൂബിന്റെ അൽഗോരിതം അങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള റീസൺ കൊണ്ടാണ്. നമ്മൾ പറയുന്ന ഒപ്പീനിയനാണ്, എന്റെ ഒപ്പീനിയനാണ്, വ്യക്തിപരമായിട്ട് ഒപ്പീനിയനാണ് പറയുന്നത്. എനിക്ക് ഇതൊക്കെയാണ് ഫീൽ ചെയ്തത്. അപ്പൊ ഇതിന്റെ അകത്ത് ഓവറോൾ കാസ്റ്റിംഗ് ആണെങ്കിലും ഒക്കെ നൈസ് ആയിരുന്നു. പിന്നെ ഇതിന്റെ അകത്തൊരു എന്താ പറയുക, ക്യാമിയോ സാധനം വരുന്നുണ്ട്. കാറില് ഒരു സെറ്റപ്പാണ്, അത് ആരും പറയുന്നില്ല, ഇപ്പൊ തന്നെ ആൾക്കാർക്ക് അറിയായിരിക്കും. പക്ഷെ എന്നാലും ആ ഒരു എൻട്രി നൈസായിരുന്നു, ആ മൊമെന്റ്സും നൈസായിരുന്നു. ആക്ച്വലി നമ്മുടെ ഒക്കെ വന്നിട്ടുണ്ട്, അവന് നൈസായിട്ട് ചെയ്തിട്ട് പോയി, ആ മൊമെന്റ്സും നൈസായിരുന്നു. അപ്പൊ ഇതാണ് എനിക്ക് അതിരടിയെ കുറിച്ചിട്ട് പറയാനുള്ളത്. അതിരടി ഗേവ് മീ എ കിഡു എക്സ്പീരിയൻസ്. ഐ എം റിയലി ഹാപ്പി ആൻഡ് ഐ എം ടോട്ടലി സാറ്റിസ്ഫൈഡ്. ഗുഡ് വൺ. If you wanna watch the movie, just go and have fun, man. Don't take it seriously. Just
ഫൺ ഫൺ ഓൺലി ഫൺ ഹബീബി ഹബീബി ഹബീബി. That's it.